ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടന് ശാരദാമ്മയുടെ വീട്ടിൽ വന്നിരിക്കുവാണ്. എന്തായാലും ഗോപാലകൃഷ്ണൻ ഉള്ളത് നന്നായി. എനിക്ക് 2 പേരോടും കൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ ഗോപാലേട്ടൻ പറയുന്നുണ്ട്, എന്തെങ്കിലും കാര്യമില്ലാതെ വെറുതെ വരുത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അല്പം സമാധാനവും സന്തോഷത്തോടുകൂടി കഴിഞ്ഞത് ഞാൻ പണിയിച്ച എൻ്റെ ആ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു. വല്ലവരും വെച്ച് ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് എന്ത് സമാധാനം ഉണ്ടാകാനാ. എനിക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകാനാണ് ആഗ്രഹം. എനിക്കതിന് എൻ്റെ മക്കളും കൂടി വേണം. മക്കൾ മാത്രമല്ല, മക്കളും മക്കളുടെ കുടുംബവും, അങ്ങനെ എല്ലാവരും ഒന്നിച്ചുള്ളൊരു ജീവിതമാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശാരദാമ്മ പറയുക, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, അത് നല്ലൊരു തീരുമാനമാണ് രാഘവേട്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് താമസം മാറണം. അതുതന്നെയാണ് രാഘവേട്ട എൻ്റെ ആഗ്രഹം. ശാലിനിയും കൂടെ കൂട്ടണമെന്നിപ്പോൾ ഫാമയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. ഫാമ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ശാലിനിയെ നല്ലതുപോലെ സ്നേഹിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ വന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ശാരദാമ്മ ശാലിനിയോടൊന്ന് പറയണം അവിടെ വന്ന് താമസിക്കുന്ന കാര്യം. അന്നേരം ഉടനെ ഗോപാലേട്ടൻ പറയും, അതെങ്ങനെ ശരിയാവും? അവരിപ്പോൾ ഒരു വാടക വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുമല്ലേ, അവർക്കവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴവരവിടെ തന്നെ അങ്ങ് താമസിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും താമസിച്ചോ, അതല്ലേ എല്ലാവർക്കും നല്ലത്. കൂടാതെ രോഗത്തിന് ശ്യാമയും പപ്പിമോളും ഒക്കെ ഉണ്ടല്ലോ അവിടെ. ശ്യാമയാണെങ്കിൽ പിന്നെ സത്യാമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അങ്ങ് ജീവിച്ചോളും. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ നിങ്ങൾക്ക് അവിടെ കഴിയാമല്ലോ. അപ്പോൾ അത്രയും നേരം സന്തോഷത്തോടെയും പ്രതീക്ഷയോടും സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ രാഘവേട്ടൻ ആകെ മുഖം അങ്ങ് വാടുവാണ്. രാഘവേട്ടൻ അങ്ങനെ വിഷമിക്കുന്ന കണ്ടുകൊണ്ട് പിള്ള ഉടനെ പറയുന്നുണ്ട്, സത്യാമ്മ ഇപ്പോൾ ഒരുപാട് മാറി. ശാലിനി കുഞ്ഞിനെ നല്ലതുപോലെ സ്നേഹിക്കും, കൂടെ കൂട്ടണമെന്ന് ആഗ്രഹവും ഉണ്ട് എന്നൊക്കെ അങ്ങോട്ട് പിള്ള പറയുമ്പോൾ ഗോപാലേട്ടൻ പറയുക, അത് പിന്നെ ആഗ്രഹം കാണാതിരിക്കുമോ? ഇപ്പോൾ സത്യാമ്മയെക്കാളും സത്യാമ്മയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്തടത്തോളം ഉയരത്തിലല്ലേ ശാലിനി ഉള്ളത്. അങ്ങനെ ശാലിനിയുടെ ഇപ്പോഴത്തെ ആ പൊസിഷൻ, അപ്പോഴൊരു കളക്ടർ വീട്ടിലുണ്ടാകുക എന്നതൊക്കെ സത്യാമ്മയുടെ പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. അപ്പോഴവരങ്ങനെ ചിന്തിക്കുന്നതിൽ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ എന്നിങ്ങനെ ഗോപാലേട്ടൻ പറയുമ്പോൾ രാഘവേട്ടൻ വിഷമത്തോടുകൂടി ശാരദാമ്മയെ നോക്കുവാണ്. പക്ഷെ ശാരദാമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. ഇനി എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷമായേനെ. ആ ഒരു ജീവിതമായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുക, രാഘവേട്ടൻ വന്ന് പറഞ്ഞതെല്ലാം ഞാൻ ശാലിനിയോട് പറയാം. ഇനി അവളുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് അവളെ നിർബന്ധിക്കാനൊട്ട് സാധിക്കത്തതുമില്ല. എന്തായാലും ഞാൻ പറയാം എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞു കേൾക്കുമ്പോൾ രാഘവേട്ടന് അല്പം പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഗോപാലേട്ടനാണെങ്കിൽ സത്യാമ്മ മാറിയെന്ന് പറഞ്ഞതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങോട്ട് ശാലിനിയെ പറഞ്ഞു വിടാൻ താല്പര്യവും കാണിക്കുന്നില്ല. ഇപ്പോഴവർ സമാധാനത്തെയും സന്തോഷത്തെയും കൂടി ജീവിക്കുന്നതല്ലേ, അതങ്ങനെ തന്നെ അങ്ങ് തുടരട്ടെ എന്നുള്ള ഭാവത്തിലാണ് ഗോപാലേട്ടൻ ഇരിക്കുന്നത്. രാഘവേട്ടൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അതെൻ്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. പിന്നെ ഇത്രയുടെ ഇത് വന്നൊന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം ഇനി ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രാഘവേട്ടൻ പറയുമ്പോൾ ശാരദാമ്മയ്ക്കും ഗോപാലേട്ടനും ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഇനി ഞാൻ ഇരിക്കുന്നില്ല, ഞാനെന്ന് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് രാഘവേട്ടൻ ഇറങ്ങാൻ പോകുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, അയ്യോ കുടിക്കാനൊന്നും എടുത്തില്ല, വെള്ളം പോലും തന്നില്ലല്ലോ. അതൊന്നും ഇപ്പോൾ വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മോരും വെള്ളം കുടിച്ചായിരുന്നു, ഈ ചൂടിനെ തണുക്കാനായിട്ട് അത് മാത്രം മതി എന്നും പറഞ്ഞ് രാഘവേട്ടൻ ഇങ്ങനെ എഴുന്നേൽക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ പിള്ളയും കൂടെ ഗോപാലേട്ടനും പിടിച്ചാണ് രാഘവേട്ടനെ എഴുന്നേൽപ്പിക്കുന്നത്. ഓട്ടോ വല്ലതും വിളിക്കണമെന്ന് ഇങ്ങനെ ഗോപാലേട്ടൻ ചോദിക്കുമ്പോൾ വേണ്ട, ഞങ്ങൾ പയ്യെ അങ്ങോട്ട് നടന്നോളാം, അപ്പോഴേക്കും കമലൻ ഓട്ടോയായിട്ട് ഇങ്ങോട്ട് വന്നോളും എന്നും പറഞ്ഞ് രാഘവേട്ടനും പിള്ളയും ഇറങ്ങുന്നുണ്ട്. പക്ഷെ നടക്കുന്ന കൂട്ടത്തിൽ രാഘവേട്ടൻ തിരിഞ്ഞ് ഗോപാലകൃഷ്ണനെ ശാരദാമ്മയും നോക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണല്ലോ രാഘവേട്ടൻ അവിടെ വന്നത്. ഈ ഒരു ആഗ്രഹം പറയുമ്പോൾ അവരൊക്കെ അതിനെ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അവരുടെ ഈ ഒരു തീരുമാനം രാഘവേട്ടനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അവരങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ശാരദാമ്മ ഗോപാലേട്ടനോട് പറയുന്നത്, സത്യാമ്മ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അവരുടെ ആ മാറ്റം അവരെ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ടാകും. രാഘവേട്ടനോ ശാരദാമ്മയോ ആര് പറഞ്ഞാലും ഗോപാലകൃഷ്ണൻ്റെ മനസ്സിലെ സംശയം ഒന്നും മാറില്ല. സത്യാമ്മ അത്ര എളുപ്പമൊന്നും മാറില്ല. ഈ നായുടെ വാല് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതൊട്ട് നിവരത്തതുമില്ല. കൂടെ താമസിക്കുന്ന 3-ാം പക്കം തന്നെ സത്യാമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വീണ്ടും അവരങ്ങനെ അടിച്ച് പിരിയുകയും ചെയ്യും എന്നും പറഞ്ഞ് ഗോപാലേട്ടനൊരു വിശ്വാസമില്ലാത്ത രീതിക്ക് അങ്ങ് നടന്നു പോവുകയാണ്.
ശാരദാമ്മ പറയാം, ഓ ഈ മനുഷ്യൻ ആരെയും ഒന്നും നന്നാവാനും സമ്മതിക്കത്തില്ലല്ലോ. ഈ സംസാരമെല്ലാം ശാരിക ജനലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒളിച്ചു നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെ വന്നാലും ശാരികയ്ക്ക് ഇപ്പോൾ ഇതൊരു പതിവാണ്. ശാരിക അവിടെ വന്നിങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതൊക്കെ ശാരദാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. ശാരദാമ്മ മുഖം കൊടുക്കാതെ മുഖം അങ്ങ് തിരിച്ചു. ഈ സമയം അബൂബക്കർ അങ്ങനെ ദേഷ്യവും വിഷമത്തോടുകൂടി IG ഹമീദിൻ്റെ അടുത്തോട്ട് ചെന്നിരിക്കുവാണ്. താനെന്താണോ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് പോകുന്നത്? തന്നെ ഞാനൊന്ന് വിളിപ്പിക്കാനിരിക്കുമായിരുന്നല്ലോ. അതൊട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അബൂബക്കർ പറയുക, കയറി ഇറങ്ങി ആവശ്യം പറയേണ്ടത് എൻ്റെ കാര്യമായിപ്പോയില്ലേ. ഇങ്ങനെ കയറി ഇറങ്ങി വന്നാലേ പ്രസാദിക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ ആകാമെന്ന് കരുതി വന്നതാ. തൻ്റെ കാര്യത്തിൽ IG ഹമീദ് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഭാവത്തിലൊക്കെയാണ് അബൂബക്കർ സംസാരിക്കുന്നത്. എൻ്റെ മകനെക്കുറിച്ച് ഇത്രയധികം തെളിവുകളൊക്കെ കിട്ടിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുക്കുന്നില്ല? എടോ അബൂബക്കറെ, അതിന് വ്യക്തമായ തെളിവുകൾ ഇതുവരെയും കിട്ടിയില്ല. ആ ലാബ് റിസൾട്ട് ഒന്ന് വന്നോട്ടെ. ആ കൈപ്പത്തി നസീറിൻ്റെ തന്നെ ആണോ എന്ന് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നടപടിയെടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ മകൻ അവസാനമായി പോയത് ശാരദാമ്മയുടെ വീട്ടിലാണ്. ആ ചായക്കടക്കാരിയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ മകൻ എന്നോട് സംസാരിച്ചത്. എൻ്റെ മകൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങോട്ട് പോയത്. അവിടെ വെച്ച് എന്തോ എൻ്റെ മകന് സംഭവിച്ചിട്ടുണ്ട്. ആ ചായക്കടക്കാരിക്കും ഭർത്താവിനും ആ വിഷ്ണുവിനും ഇതിൽ പങ്കുണ്ട്. പിന്നെ ആ നായി കടിച്ചു പൊടിച്ചുകൊണ്ട് വന്ന ആ കൈപ്പത്തി ഉണ്ടല്ലോ, അതും അവരുടെ വീട്ടുമുറ്റത്തു നിന്നല്ലേ. ഇതിൽ കൂടുതൽ തെളിവ് എന്താ പിന്നെ വേണ്ടത്? എന്താ ഇതൊന്നും നിങ്ങൾക്ക് തെളിവായിട്ട് തോന്നുന്നില്ലേ? ഇതിപ്പോൾ നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ഇത് നമുക്ക് തന്നെ പാരയായിട്ട് തീരുവാണല്ലോ. ഇതിപ്പോൾ ഈ കേസിൻ്റെ പോക്ക് കണ്ടിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഹമീദെ, നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി ഡീൽ ഉറപ്പിച്ചോ? എങ്കിൽ അത് ഹമീദെ നിങ്ങൾ എന്നോട് തുറന്ന് പറയണം. കണ്ണടച്ചാലുണ്ടല്ലോ എൻ്റെ മകൻ്റെ കൈപ്പത്തിയില്ലാത്ത മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എനിക്കിതിനെല്ലാത്തിനും ഒരു ഉത്തരം കിട്ടിയേ മതിയാവൂ. ഇനി നിങ്ങൾ എന്നെ തടഞ്ഞിട്ട് വേറെ ആരെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുവാണോ എന്നൊക്കെ അബൂബക്കർ ഇങ്ങനെ ദേഷ്യത്തോടെ IG ചോദിക്കുമ്പോൾ ഹമീദിനും ദേഷ്യം വരുന്നുണ്ട്. താൻ എന്തുകൊണ്ടോ അബൂബക്കർ ഈ പറയുന്നതൊക്കെ? എങ്കിൽ നിങ്ങൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം ഹമീദേ. നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിന് താൻ എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മകനെ താൻ തൻ്റെ മകനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ അവന് വേണ്ടി ചെയ്യണം. അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. എൻ്റെ മകൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണം എന്നും പറഞ്ഞ് അബൂബക്കർ കരയുവാണ്. തൻ്റെ സുഹൃത്തിൻ്റെ ഈ സങ്കടം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഹമീദ് ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ചന്ദ്രബോസിനെ വിളിക്കുവാണ്. ചന്ദ്രബോസാണെങ്കിൽ ഈ സമയം ഒരു വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. IG സാറാണല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് എളുപ്പം ഫോൺ എടുക്കുക. സാറേ പറഞ്ഞാട്ടെ എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്കും ഗോപാലകൃഷ്ണനും സാഹചര്യ തെളിവുകൾ അനുകൂലമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യണം. ശരി സാർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ചന്ദ്രബോസിന് അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ച സന്തോഷം. അവൻ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ? അപ്പോൾ അബൂബക്കർ പണി തുടങ്ങി. ഇനിയുള്ള പണിയെല്ലാം ഈ ചന്ദ്രബോസിൻ്റെ കയ്യിലാണ്. ശാരദാമ്മ, ഇനി കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഹോട്ടൽ പണിയൊന്നും ചെയ്യേണ്ട എന്നും പറഞ്ഞിങ്ങനെ ദേഷ്യത്തോടെ ചന്ദ്രബോസ് അവൻ്റെ കൈ ആ സീറ്റിലിട്ടിടിക്കുന്നുണ്ട്. ശാലിനിയോടും വിഷ്ണുവിനോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ വരുവാണ് ചന്ദ്രബോസ്. ഈ സമയത്താണെങ്കിൽ സത്യമ്മ വീട്ടിലോട്ടൊരു ജോത്സ്യനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. രാഘവേട്ടനെയും പിള്ളയും കൂടെ സത്യമോളും ഉണ്ട് സത്യമ്മയുടെ വീട്ടിൽ. അവരുടെ ആ പഴയ വീട്ടിലോട്ട് മാറി താമസം തുടങ്ങാനുള്ള സമയമൊക്കെ നോക്കാനായിട്ടാണ് ജോത്സ്യരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ വിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് കവടിപ്പലകയിൽ കവടിയൊക്കെ നിരത്തി ജോത്സ്യനും അങ്ങനെ ഇരിക്കുവാണ്. കവടിയൊക്കെ ഇങ്ങനെ നിരത്തി നോക്കിയിട്ട് ജോത്സ്യർ പറയുക, മരുമകളെ സർവൈശ്വര്യ പൂജ നടത്തി വേണം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനും, മരുമകളെ സർവൈശ്വര്യ പൂജകൾ ചെയ്ത് തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനും താമസമാക്കാനുമുള്ള സമയം നോക്കാനും ഒക്കെ അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. അതേന്ന് സത്യാമ്മ സന്തോഷത്തോടെ ജോത്സ്യനോട് പറയുന്നുണ്ട്. പടിയിറങ്ങിപ്പോയ ലക്ഷ്മി ദേവിയെ തിരികെ കൊണ്ടുവരണം. അതിത്തിരി ദുർഘടം പിടിച്ച കാര്യമാണ്, എന്നാലും നമുക്ക് നോക്കാം എന്നിങ്ങനെ ജോത്സ്യർ പറയുമ്പോൾ സത്യാമ്മ ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട് ശാലിനി കളക്ടറായിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങുന്നതുമൊക്കെ. എങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ എന്നിങ്ങനെ ജോത്സ്യർ പറയുമ്പോൾ സത്യാമ്മ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും സത്യമോളോട് പറയുന്നു, മോളെ പ്രാർത്ഥിച്ചോ എന്നൊക്കെ സത്യയോടും പറയുവാണ്. സത്യമോളാണെങ്കിൽ സത്യാമ്മ വാങ്ങിക്കൊടുത്ത ഉടുപ്പും മാലയും വളയൊക്കെ ഇട്ടാണ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. സത്യാമ്മയുടെ ഈ മാറ്റവും ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ രാഘവേട്ടനും മനസ്സിൽ പറയുന്നുണ്ട്, ശാലിനിയെ തിരികെ കൊണ്ടുവരാൻ സത്യാമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന്.
ശാലിനി മടങ്ങി വരുമോ എന്നുള്ളതിൽ ശാലിനിക്ക് പോലും ഉറപ്പില്ലല്ലോ. ജോത്സ്യൻ ഇങ്ങനെ കബഡിയൊക്കെ നിരത്തി പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് മുഖത്തെന്തോ ഒരു വിഷമം. അത് കണ്ട് സത്യാമ്മയും രാഘവേട്ടൻ്റെ വിഷമം. അയ്യോ എന്താ ജോത്സ്യരെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ രാഘവൻ സാറിൻ്റെ ദോഷ സമയം കൊണ്ടാണോ അതോ വീടിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ആരൂഢം മറിഞ്ഞിരിക്കുവാണ്. ആരൂഢം മറിഞ്ഞാൽ പിന്നെ പ്രശ്നപരിഹാരമായിട്ടൊന്നുമില്ലെന്നാണ് പറയുന്നത്. എന്നാൽ സാധാരണ ജ്യോത്സ്യക്കാരാണെങ്കിൽ കവടിപ്പലകയും കഷത്തി വെച്ച് കൊടുക്കുന്ന ദക്ഷിണയും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവും. പക്ഷേ ഇവിടെ നിങ്ങളൊരു പ്രശ്ന പരിഹാരത്തിനല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോഴാ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നമുക്ക് ലക്ഷ്മി ദേവിയെ തിരിച്ചിവിടെ കൊണ്ടുവരണം. അതിന് ചില കുറുക്ക് വഴികളൊക്കെ നമുക്ക് നോക്കിയേ പറ്റൂ. അതിന് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ചെയ്യണം. ആരെയാണ് ഗ്രഹനാഥയുടെ സ്ഥാനത്തായിട്ട് നിങ്ങൾ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത്? ആ സ്ത്രീയെ നിങ്ങൾ നാരീപൂജ നടത്തി വ്രതശുദ്ധിയോടെ അകത്തോട്ട് കയറ്റാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. വിഘ്നേശ്വരനെ വിളിച്ച് പ്രാർത്ഥിയിര്. ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോത്സ്യർ വീണ്ടും കബഡിയൊക്കെ ഇങ്ങനെ നിരത്തുവാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. പ്രശ്നത്തിനങ്ങനെ പരിഹാരവും തെളിയുന്നുണ്ട്. ഗണപതി ഹോമവും സർവ്വ ഐശ്വര്യ ദോഷ പരിഹാര പൂജയും ഒക്കെ നടത്തിയിട്ട് സത്യാമ്മ മരുമകളെ കൈക്ക് പിടിച്ച് അകത്തോട്ട് കയറ്റിക്കും. ലക്ഷ്മി ദേവി അങ്ങനെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ വീടിനെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും അങ്ങനെ പുറത്തോട്ട് പോവുകയും ചെയ്യും. ജ്യോത്സ്യരങ്ങനെ പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോടെ രാഘവേട്ടനും സത്യാമ്മയും ഇങ്ങനെ ഇരിക്കുവാണ്. ഗണപതി ഹോമത്തിന് മറ്റുള്ള പൂജയ്ക്കുമുള്ള ചാർട്ടും സമയവും ഒക്കെ ഞാൻ പിന്നീട് കുറിച്ച് തരാം എന്നിങ്ങനെ ജ്യോത്സ്യർ പറയുമ്പോൾ രാഘവേട്ടന് സത്യാമ്മയെ നോക്കി ചോദിക്കുന്നു, നീ എന്തിനാ സത്യമോളെ കൂട്ടിക്കൊണ്ട് വന്നത്? കുഞ്ഞിനെ അവരവിടെ തിരക്കത്തില്ലേ? ഇതേ നമ്മുടെ മോളാ, അതുകൊണ്ട് അവളും ഇതൊക്കെ കേൾക്കണം. സത്യാമ്മ അങ്ങനെ പറയുമ്പോൾ രാഘവേട്ടൻ ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ സംശയത്തോടുകൂടി ഇങ്ങനെ സത്യാമ്മയെ നോക്കുക. എന്തൊക്കെയാണ് ഈ ഭാമ പറയുന്നത്? സത്യമോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സത്യാമ്മ പറയാം, ഇവളെ അങ്ങനെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുമോ? നമ്മുടെ പപ്പിമോളുടെ ഫ്രണ്ടല്ലേ, ഇനി എല്ലാ കാര്യത്തിനും ഇവളും നമ്മളോടൊപ്പം വേണ്ടായോ എന്നൊക്കെ പറഞ്ഞ് സത്യമോടെ തലയിലിങ്ങനെ തടയുകയും നെറുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുക. ഇതൊക്കെ കണ്ട് വീണ്ടും രാഘവേട്ടൻ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുക. എടോ പിള്ളയെ, താൻ കാണുന്നില്ലേ എന്തുപാടോ ഈ നടക്കുന്നതൊക്കെ? ഇങ്ങനെ അതിശയത്തോടെ ചോദിക്കുവാണ് പിള്ളയോട്. സത്യാമ്മയുടെ ഈ സ്നേഹപ്രകടനമൊക്കെ സത്യോട് കാണിക്കുന്ന കണ്ടപ്പോൾ രാഘവേട്ടനാണെങ്കിൽ വിശ്വസിക്കാനാകാതെ ഇങ്ങനെ അന്തം വിട്ട് വായും പൊളിച്ച് നിൽക്കുക. ഈ സമയത്ത് ചന്ദ്രബോസ് ആണെങ്കിൽ വലിയ വിജയശ്രീലാളിതനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ശാരദാമ്മയുടെ വീട്ടിലോട്ട്. ശാരദാമ്മയും ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനുള്ള വരവാണ്. അങ്ങനെ പോലീസ് ജീപ്പൊക്കെ അങ്ങോട്ട് ആ മുറ്റത്തോട്ട് വന്നിറങ്ങുമ്പോൾ കുറുപ്പ് സാറും അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ശാരി എല്ലാവരും ഇങ്ങനെ ഫൈന് നോക്കി നിൽക്കുവാണ്. ചന്ദ്രബോസ് ഇങ്ങനെ ചിരിച്ചോണ്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ശാരദാമ്മയോട് പറയുക, നസീറിനെ കൊന്ന കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ശാരദാമ്മയാണെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ഗോപാലേട്ടൻ ചോദിക്കുക, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? അതെ, സാഹചര്യ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. ശാരദാമ്മ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ഗോപാലേട്ടൻ പതുക്കെ ശാരദാമ്മയോട് പറയുന്നുണ്ട്, നമ്മളൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഇവിടെ ഒന്നുകൊട്ട് തെളിഞ്ഞിട്ടുമില്ല. ഇനി തെളിയിക്കേണ്ടത് കോടതിയുടെ മുന്നിലാണ്. ഇയാൾ ആരുമല്ല, ഒന്നുമല്ല. നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മതി, നീ എന്നോടൊപ്പം നിന്നോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ചന്ദ്രബോസ് ചോദിക്കുന്നു, എന്തോ നാടാ കുശൂശ പറയുന്നത്? ഇതേ കളക്ടർ ഓഫീസിലൊന്നും ഒതുങ്ങുന്ന കേസല്ല. പിന്നെ താൻ ഭാര്യ വീട്ടിലോട്ട് വിരുന്നിനൊന്നും പോകുമല്ലോ, പോലീസ് സ്റ്റേഷനിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന പോലീസുകാരോട് പറഞ്ഞ് രണ്ടിനെയും വിലങ്ങണിയിക്കിടൂ. വനിതാ കോൺസ്റ്റബിൾ വന്ന് ശാരദാമ്മയുടെ കയ്യിൽ വിലങ്ങണിയിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ശാരിയെ ഓടി വന്ന് അയ്യോ അമ്മയെന്ന് പറഞ്ഞിങ്ങനെ പിടിക്കുവാണ്. അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ശാരിയെ മാറ്റുന്നുണ്ട്. കുറുപ്പ് സാറും അവിടെ നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അവർക്കാർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം കൂടെ നിൽക്കുന്ന ചന്ദ്രബോസ് അല്ലേ. ചന്ദ്രബോസ് വിചാരിച്ചാൽ കേസ് ചിലപ്പോൾ അവരുടെ നേർക്ക് വേണമെങ്കിലും തിരിച്ചു വിടാമല്ലോ. ഗോപാലേട്ടൻ ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യം എന്നെയല്ലേ, പിന്നെ എന്തിനാ ഇവളെ അറസ്റ്റ് ചെയ്യുന്നത്? ഇവളെ അങ്ങ് വിട്ടേക്ക് നിങ്ങൾ. അതെ, നിങ്ങൾ ആരും നസീറിനെ കൊന്നത് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോഴതൊക്കെ തെളിയിക്കണ്ടേ, അതിന് ചോദ്യം ചെയ്യണ്ടേ? അപ്പോഴതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ്. അത് മാത്രമല്ലല്ലോ, പിന്നെ തൻ്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഇവർക്ക് ഇതുവരെയും താനൊരു വളയോ ഒരു മൂക്കൂത്തിയോ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ കുറവങ്ങ് പരിഹരിക്കാനായിട്ട് ഞങ്ങളുടെ പേരിലിരിക്കട്ടെ നല്ല ഒന്നാന്തരം ഒരു ഉരുക്കമാളാ. ശാരദാമ്മ അങ്ങ് വിലങ്ങൊക്കെ എണീച്ച് സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗോപാലേട്ടനെയും ചുറ്റുമുള്ളവരെയൊക്കെ.
അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് അങ്ങനെ ഗോപാലേട്ടനെയും ശാരദാമ്മയും അറസ്റ്റ് ചെയ്തിരിക്കുവാണ്. ഇനി ജീപ്പിലോട്ട് ഇതുവരെയും കയറ്റിയിട്ടില്ല. ഇതിനകം വെച്ച് ശാലിനിയും വിഷ്ണു അവിടെ എത്തും. അങ്ങനെ ശാരദാമ്മയും ഗോപാലേട്ടനെയും നമ്മുടെ ശാലിനി പുഷ്പം പോലെ അവിടുന്ന് രക്ഷിക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.